ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. എനിക്കതൊരു അടിപൊളി ഐറ്റം തോന്നി, കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഇത് കഴിക്കാനും കേട്ടോ. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കരുതിയത്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോഴത്തെ കാലത്തൊക്കെ വളരെ സിമ്പിളായിട്ട് കിട്ടാൻ പറ്റിയ നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ്. ഈ വീട്ടിലില്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കാലാണ് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനം തന്നെ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചക്ക അതേപോലെ മടലും അതിൻ്റെ തൊലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ ചോള മാത്രം ആക്കി എടുത്തുക്കണേ. ഇനി അതിൻ്റെ മുകൾ മാത്രം ഇതേപോലെ ഒന്ന് മുറിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കുരൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റണം. ഇതേപോലെ നടുകൊന്ന് കീറി കൊടുക്കുക, എന്നിട്ട് കുരു മാറ്റി കൊടുക്കുക. എന്നിട്ട് ആ ചുള 2 പീസാക്കി എടുക്കുക. ചെറിയ ചെറിയ പീസാക്കൊന്നും വേണ്ട, നമുക്ക് കുറച്ച് വലിയ പീസാണ് വേണ്ടത്. ഇതുപോലെ ആക്കിയെടുക്കുക. അത് ഫുള്ളും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഫുള്ള് ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കായം കൊട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് മുളകും പൊടിയാണ്, കുറച്ച് അത്യാവശ്യം കുറച്ച് എരിവ് വേണം. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് ആദ്യം ഇതേപോലെ തന്നെ നല്ലപോലെ ഒന്ന് കായാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒന്ന് പിടിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കണത്. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഉരിച്ച് വെച്ച ചോളയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നമുക്ക് നല്ലോണം തിരുമ്പി എല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിയിലാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ എടുക്കുക. എന്നിട്ട് എല്ലായിടത്തും ഇതുപോലെ നാക്കിക്കുക. എന്നിട്ട് നമ്മൾ കായം തേച്ച് വെച്ചിട്ട് ആ ചക്കൻ്റെ ചോളല്ലേ അത് ഇതേപോലെ ഓരോന്ന് എടുക്കുക. എന്നിട്ട് ആദ്യം ആ മൈദയിൽ ഇതേപോലെ കോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അത് എടുത്തതിന് ശേഷം സാധാരണ പച്ച വെള്ളത്തിൽ നോർമൽ വെള്ളത്തിൽ നമുക്ക് വെല്ലം ഒന്ന് മുക്കി കൊടുക്കുക. ഒന്നായിട്ട് മുക്കി കലക്കൊന്നും വേണ്ട, വെല്ലം ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കുക. പിന്നെ നമ്മൾ ആ മൈദയിലേക്ക് ഒന്നും കൂടി ഒന്ന് കോട്ട് ചെയ്യുക. അതേപോലെ ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ആദ്യം. എന്നിട്ട് ചൂടാകാൻ വേണ്ടി കുറച്ച് എണ്ണ വെച്ചിരിക്കണം. നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതും. ഈ നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇതൊക്കെ ഇതേപോലെ തന്നെ കുറച്ച് തോനാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഉള്ളിൽ അധികം വേവില്ലാത്തൊരു ഇതാണ് ചക്കയാണ്. പുറത്താണെങ്കിൽ നല്ല കോട്ടിങ്ങണം. അപ്പോൾ നല്ല പുറത്തത്തെ നല്ല നെരിച്ചിലാകുമ്പോൾ തന്നെ ഉള്ളൊക്കെ നല്ലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം അകവും പുറമൊക്കെ നല്ലോണം ഒന്ന് മൊരിയിച്ചുകൊണ്ട് നമുക്കിതൊന്നും എടുക്കട്ടോ. നല്ലൊരു ഐറ്റം തന്നെയാണ്. ഇനി സോസിൻ്റെ കൂടെ മയോനീസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ചിക്കൻ്റെ ബ്രോസ്റ്റ് ഒന്നും വേണ്ട, നമുക്ക് സാധാരണ വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ ചക്ക വെച്ചിട്ടും ബ്രോസ്റ്റ് ചെയ്യാം. അപ്പോൾ ബ്രോസ്റ്റ് ചക്കൻ്റെ ബ്രോസ്റ്റ് ടേസ്റ്റിലാണെന്നൊന്നും വിചാരിക്കണം, നല്ല ടേസ്റ്റിലൊരു ഐറ്റം തന്നെയാണ്. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ഇതൊന്ന് ചെയ്തെടുക്കാം. നമ്മൾ എത്രയാണ് ഉണ്ടാക്കി വെച്ചത് അതൊക്കെ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ അടിപൊളി ചക്ക ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മയോനീസും സോസും ഒക്കെ ഉണ്ട്. ഇതിൽ മുക്കി കഴിച്ചാലും നമ്മൾ ചക്ക ബ്രോസ്റ്റ് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട.